അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര വിഷമമുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൗണ്ട് കേൾക്കും, വേറെ ഒന്നുമല്ല, അത് റഷിക്ക അവിടെ വിറക് പൊളിക്കേണ്ട അതിൻ്റെ സൗണ്ടാട്ടോ. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ആകെ അവിടുന്ന് ഇടിഞ്ഞ് വന്നിട്ട് ഒരു വലിയൊരു മണ്ണിടിച്ചിൽ, വലിയൊരു അപകടം അങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് പോയി എന്ന് പറയാം. എന്നാലും വീടുകളിൽ 2-3 വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ മണ്ണ് തള്ളി കയറിയിട്ട് അവരുടെ സൺസൈഡ് വരെ മണ്ണാണ് കേട്ടോ. അപ്പോൾ ഈ വീടൊക്കെ ഇങ്ങനെ പല വീഡിയോ ആയിട്ട് എടുത്തേക്കണത്, അതുകൊണ്ടാണ് ഇങ്ങനെ പല ഫോണിലായിട്ട് എടുത്ത കാരണം കേട്ടോ വീഡിയോ ശരിക്കും ക്ലിയർ ഇല്ലാത്ത. എന്നാലേ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, അതിൽ കാണുമ്പോൾ പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി? കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകതണി. നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാരും ഇക്കാകന്മാരും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ. കണ്ടോ, ഓരോ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് കല്ലും മണ്ണും ഒക്കെ ഒലിച്ചിറങ്ങി വരുന്നത്. ഭയങ്കര ദയനീയമായ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നൂട്ടാ. എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെയൊക്കെ, എത്രയോ വർഷങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണെന്നറിയോ അവിടെ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് കണ്ട റോഡൊക്കെ പൊട്ടി ആകെ ഒരു ജാതി പോലായി. നമ്മുടെ വീടിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. ആകെ പൊട്ടിപ്പൊളിഞ്ഞുള്ള അവസ്ഥയൊക്കെ അല്ലേ, ജനിച്ച് വളർന്ന നാടല്ലേ, അതിങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും. അപ്പോൾ വയനാട്ടിലുള്ളവരുടെയൊക്കെ അവസ്ഥ ഇതൊന്നും നോക്കുമ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒന്നുമല്ല, എന്നാലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇക്കാടെ കുട്ടി ഓടി വന്നതാട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങൾ മേടിച്ച സ്ഥലം എന്ന് പറഞ്ഞില്ലേ, ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകണമെങ്കിൽ. അവിടെ നിന്ന് വെള്ളം വല്ലാണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഭയങ്കര ശക്തിയിലാണ് വന്നിരുന്നു, പിന്നെ അങ്ങനെ കുറഞ്ഞതാണ്. അപ്പം ഞാൻ ഗ്യാസ് മേടിച്ചിട്ട് ഗ്യാസ് വീട്ടിലേക്ക് വരിക. അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എങ്ങനെയും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരിതിൽ പോയി നോക്കിയതാട്ടോ. പക്ഷെ ആകെ വഴുക്കലും അതൊക്കെയാണ്. അപ്പം ഉമ്മ പറഞ്ഞു കൊണ്ടുപോകണ്ട, ഗ്യാസ് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, കഴിയുമ്പോഴത്തേനും അവിടെ വഴിയൊക്കെ റെഡിയാക്കുമ്പോൾ അപ്പോൾ നേരായ വഴിയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല, വളഞ്ഞ് തിരിഞ്ഞ് കുറുക്ക് വഴിയിൽ കൂടെ ഒക്കെ പോയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. എങ്ങനെയും കൊണ്ടുവരാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോയതാണ്. പെട്ടെന്ന് തന്നെ ഗ്യാസ് കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി നോക്കിയത്. അപ്പോൾ നമ്മുടെ മദ്രസയുടെ അവസ്ഥ എങ്ങനെ കേട്ടോ, മദ്രസയുടെ ബാക്ക് വശം ഇടിഞ്ഞ് മദ്രസയിലൊക്കെ കുറേശ്ശെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അതും ഭയങ്കര പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, എന്താവും എന്നറിയാണ്ട്. ഇപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ വടക്കാഞ്ചേരിക്കൊക്കെ പോകുന്ന ഭാഗം ഉണ്ടല്ലോ, ആ വശമാണ് ഇട്ടതൊക്കെ. അവിടെയൊക്കെ വെള്ളം കയറി മുട്ടിനൊപ്പം വെള്ളമായിട്ടുണ്ട്. വടക്കാഞ്ചേരി ഗ്രൗണ്ടിൻ്റെ ആ ഭാഗങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ കാണുമ്പോൾ അറിയും. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കാണാനിറങ്ങിയപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറി എന്ന് പറഞ്ഞപ്പോൾ ഞാനും കുഞ്ഞും കൂട്ടിയിട്ട് വണ്ടി എടുത്തിട്ട് വെറുതെ ഒന്ന് പോയതാട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിലവരുടെ വീടിൻ്റെ ഉമ്മറം വരെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അകത്തേക്ക് അങ്ങനെ കയറിയിട്ടൊന്നുമില്ല, ചിലവരുടെ അകത്തേക്കൊക്കെ കയറിയിട്ടുണ്ട്. ഇത്തിരി കൂടിയാണ് നീങ്ങി. പശുക്കളേനൊക്കെ കഴുത്തിനോടെ ഫാമുണ്ട്, അവിടെ പാടത്ത് ഫാമുണ്ട്. പശുക്കളേനൊക്കെ നീന്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. അവറ്റോടൊക്കെ കരച്ചിൽ ഭയങ്കര, കണ്ടാൽ നമുക്ക് സഹിക്കില്ല എന്നാണ് പറയണത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തുള്ള ജാസ്മിൻ കണ്ടപ്പോൾ അവൾ പറയുകയാണ്, പശുക്കളേനൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഇനി കറക്കണ പശുക്കളല്ലേ, അപ്പോൾ അവറ്റേക്ക് കറക്കാനും പറ്റാണ്ട് വെള്ളത്തിൽ കൂടെ ഒക്കെ നീന്തിയിട്ടൊക്കെ എത്ര കൊണ്ടുവന്നത്. അപ്പം ഞാൻ അവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഞാൻ താമസിക്കുന്നത്. പക്ഷെ നമുക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കട്ടെ, പടച്ചോൻ എല്ലാവരെയും കാക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് അവിടെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പടച്ചോൻ സഹായിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. കുഞ്ഞു സ്കൂളിലേക്ക് പോണ വഴികളാണ് ഇതൊക്കെ കേട്ടോ. അവ ഇത് കൂടെയാണ് സ്കൂളിലേക്ക് പോകുക. ഞാൻ പറയാറില്ലേ, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ വടക്കാഞ്ചേരിക്ക് എത്തും പറയാറുണ്ടല്ലോ, ആ വഴിയാണിത്. അപ്പോൾ അവൻ സ്കൂളിലേക്ക് പോകണ ഭാഗങ്ങൾ അവന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ റോട്ടിൽ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ വെള്ളം കൂടുതലാണ് അങ്ങോട്ടൊക്കെ. അപ്പോൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, നമ്മൾ ഇവിടെ നിന്നിട്ട് ഒന്ന് കാണാച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ.